സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമാണ് ഏത് കഥയ്ക്കും വേണ്ടത്, കലയ്ക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. പഴയ ഫിലിം സിനിമകൾ 4Kയിലും HD-യിലും മിനുക്കിയെടുത്ത് വീണ്ടും റിലീസ് ചെയ്യുന്ന കാലമാണല്ലോ ഇത്. എന്നാൽ ഫിലിമുകൾ നഷ്ടപ്പെടുകയോ നശിക്കുകയോ ചെയ്തത് കാരണം വീണ്ടെടുക്കാനാകാത്ത കുറേ സിനിമകൾ മലയാളത്തിലുണ്ട്. അങ്ങനെ നഷ്ടമായൊരു സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. 1977 റിലീസ് ചെയ്യപ്പെട്ട പല്ലവി. പല്ലവി ശരിക്കും പൊന്നാനിക്കാരൻ്റെ പടമാണ്. പൊന്നാനിക്കാരൻ അയാൾ പറഞ്ഞു, ആദ്യം എനിക്ക് എൻ്റെ അഭിപ്രായം അല്ലായിരുന്നു, പകുതി എൻ്റെ അഭിപ്രായം, പകുതി അയാളുടെ അഭിപ്രായമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് അത് ഉണ്ടാവരുത് എന്ന് അയാളോട് പറഞ്ഞു. സ്ഥിരം എന്താ പറയുക, അഭിപ്രായം പ്രത്യേകിച്ച് പല്ലവി സിനിമയുടെ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പിന്നെ അഭിപ്രായങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിട്ടെന്ന് പറഞ്ഞിട്ട് വിട്ടുവന്നിട്ടാണ് എല്ലാം ഇളക്കിയിട്ടും അങ്ങനെ ഞാൻ വളരെ സ്വതന്ത്രമായിട്ട് ചെയ്തതാണ് പല്ലവി. പല്ലവിയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഗാനരചനയും നടത്തിയത് പരത്തുള്ളി രവീന്ദ്രൻ എന്ന കലാകാരനാണ്. BK പൊറ്റക്കാടായിരുന്നു സംവിധായകൻ. പൊന്നാനി സ്വദേശിയായ TP ഹരിദാസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ പകർപ്പുകളൊന്നും ഇന്ന് ലഭ്യമല്ല. പക്ഷേ തലമുറ ഭേദമന്യേ മലയാളികളുടെ ചുണ്ടിൽ വിരിയുന്ന ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ എന്ന ഒരൊറ്റ പാട്ട് മതി പല്ലവിയെയും പരത്തുള്ളി രവീന്ദ്രൻ എന്ന കലാകാരനെയും എക്കാലവും ഓർമ്മിക്കാൻ. ഞാനൊരു 3 ദിവസം കൊണ്ട് സംഭവം ചെയ്തു. അവർക്ക് കഥയും സംഭാഷണ തിരക്കുകളൊക്കെ ഒക്കെ, അതായത് എന്താ പറയുക, സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമാണ് ഏത് കഥയ്ക്കും വേണ്ടത്, കലയ്ക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ശരിക്കും അത് ഉപയോഗിച്ചു. കിനാവിൻ്റെ കടവിൽ അതിലിറക്കിയ തോണി പണിത്, ഞാനിറക്കിയ തോണി പണിത്, എനിക്കത് വർക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്തു എന്ന് തോന്നി. പിന്നെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു പാഠമാണ്. MG സോമൻ, വിൻസെന്റ്, ജയഭാരതി, ബഹദൂർ തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് സോമനെ ആദ്യമായി പരിഗണിച്ചത് ഈ സിനിമയിലെ അഭിനയത്തിനാണ്. കിനാവിൻ്റെ കടവിൽ അതിലിറക്കിയ തോണിയിൽ പണിത്, ഞാൻ ഇറക്കിയ തോണിയിൽ പണിത്, 14 രാവിൻ്റെ പ്യൂട്ടുകൊട്ടിനി പൊന്നിൻ ചിറകം മുഴുത്തേറ്റി, പൂമഴ പെയ്യുന്ന രാവിലെ എൻ്റെ പൂച്ചൻ്റെ കൂട്ടിൽ വിരുന്ന്. ഞങ്ങളൊക്കെ സാധിച്ചു. ഇനി പോവാം. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു.